ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂണിൻ്റെ CMA CAT എക്സാം കഴിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എഴുതിയ പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ആൻസേഴ്സ് ഒക്കെ എന്തായിട്ടുണ്ട്, ശരിയായിട്ടുണ്ടോ ഇല്ല എന്നുള്ള പല കൺഫ്യൂഷൻസും ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പിള്ളേർക്ക്, അതായത് വരുന്ന ഡിസംബർ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനൊക്കെ പ്രീവിയസ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നത് അറിയാനൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവും. അതെല്ലാം പരിഗണിച്ചിട്ടാണ് ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡീകോഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് 40 ക്വസ്റ്റ്യനാണ് CMA CAT ലോ എന്ന് ചോദിക്കാറുള്ളത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, യൂഷ്വൽ പാറ്റേൺ ഇപ്പോൾ ഓഫ്ലൈൻ മോഡിലേക്ക് വന്നതിന് ശേഷം, മുന്നേ ഓൺലൈൻ മോഡിൽ നിന്ന് ഓഫ്ലൈൻ മോഡിലേക്ക് വന്നതിന് ശേഷം CMA CAT കുറച്ചുകൂടെ, അതായത് മുന്നത്തേട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു എഫേർട്ട് കൂടുതൽ എടുക്കേണ്ട രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ്. എന്നാൽ 40-ൽ ഒരു വലിയൊരു ശതമാനം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 40-ൽ 25 മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊരു 10 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ ഒന്നും ആലോചിച്ച് വറിയിടാവേണ്ടതില്ല. CAT നമുക്ക് ഇപ്പോഴും വളരെ ഹയർ പെർസെൻറ്റേജ് ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടാറുള്ളത്. ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് CMA CAT ആണ്. പലപ്പോഴും നമുക്ക് 100% തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 90% മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഡിസംബറിലും നമുക്ക് 100% റിസൾട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ദാറ്റ് ഇൻ ഇന്ത്യ ലോ ഓഫ് കോൺട്രാക്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പോൾ അത് എന്നാണ് നിലവിൽ വന്നതെന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് നിലവിൽ വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം 1 സെപ്റ്റംബർ 1872. വേറെ ഡിസ്കഷനോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങോ ഒന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. എന്ന് നിലവിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ 1 സെപ്റ്റംബർ 1872 ആണ്, അല്ലാതെ 15 ഏപ്രിൽ അല്ല, 1 മെയ് അല്ല, 20 നവംബർ അല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, പ്രോമിസ് കോൺട്രാക്ട് ആണോ? അല്ല. സെറ്റ് ഓഫ് പ്രോമിസ് കോൺട്രാക്ട് ആണോ? അല്ല. സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ എഗ്രിമെന്റ് ആവുന്നുള്ളൂ, അത് കോൺട്രാക്ട് ആവുന്നില്ല. സെറ്റ് ഓഫ് പ്രോമിസ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് ആവുന്നില്ല. പ്രപ്പോസൽ കോൺട്രാക്ട് ആണോ? അല്ല. പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്രോമിസ് ആവുന്നതല്ലാതെ പ്രപ്പോസൽ എന്താവുന്നില്ല, കോൺട്രാക്ട് ആവുന്നില്ല. എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെന്ത്, കോൺട്രാക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലടാ. നെക്സ്റ്റ്, ആൻ അഗ്രിമെന്റ് ലെൻഡ് മണി ടു മൈനർ എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് ആണ്. ലൈക്ക് മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡ് അബിനീഷ്യോ ആണ്. വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ് ആണ്, തുടക്കം മുതലേ അത് വോയിഡ് ആണ്. എന്നാൽ അത് ഇല്ലീഗൽ അല്ല. മൈനറിന് ഞാനൊരു 10,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപ 500 രൂപ കടം കൊടുക്കുന്ന ഇല്ലീഗൽ ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല. ക്ലിയർ ആണോ? ഇവിടെ ഇല്ലീഗൽ ഉണ്ട്, ലൈക്ക് ലീഗൽ ഉണ്ട്, വോയിഡബിൾ ഉണ്ട്. ഉത്തരം എന്ന് പറയുന്നത് നോട്ട് ഇല്ലീഗൽ ആണ്. ക്ലിയർ ആണോ? മൈനറിന് നമ്മൾ പൈസ കടം കൊടുക്കുന്നത് ഇല്ലീഗൽ അല്ല, ബട്ട് വോയിഡ് ആണ്. വോയിഡ് അഗ്രിമെന്റ് ആണ്. മൈനറുമായിട്ടുള്ള എല്ലാ അഗ്രിമെന്റും തുടക്കം മുതലേ വോയിഡ് ആണ്. അപ്പോൾ നമുക്കത് വോയിഡ് ആണെന്ന് പറയാം, പക്ഷെ എന്തല്ല, ഇല്ലീഗൽ അല്ല. ക്ലിയർ ആണ്? അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റും വോയിഡ് ആണെങ്കിലും എല്ലാ വോയിഡ് അഗ്രിമെന്റ്സും എന്തല്ല, ഇല്ലീഗൽ അല്ല. ക്ലിയർ? അടുത്തത്, ടാഷ് മീൻസ് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. നമ്മൾ ഡെലിവറിയുടെ ഡെഫിനിഷനിൽ മക്കളെ, ഡെലിവറി മീൻസ് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അല്ലാതെ എക്സ്പ്രഷനോ സെയിലോ ആണോ? അല്ല. എക്സ്പ്രഷൻ അല്ല, സെയിൽ അല്ല. ക്ലിയർ? ഉത്തരം ഡെലിവറിയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്തത്, when a party to a contract refuse to perform or disable himself from performing his promise in its entirety, the promisee may put an end to the contract. This is called what? Like promisee may put an end to the contract. കോൺട്രാക്ട് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ആണോ, എക്സ്റ്റൻഷൻ ആണോ? അല്ല. അതെന്താണ്? റെസിഷൻ ഓഫ് കോൺട്രാക്ട് ആണ്. ക്ലിയർ? സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പോയാൽ പറ്റില്ല, വളരെ കുറഞ്ഞ സമയം നമുക്ക് വേണ്ടേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ കോൺടെക്സ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ലൈക്ക് എന്താണ്, ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാർട്ട്നേഴ്സിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ആക്സസ് ഉണ്ട്, ശരിയാണ് അല്ലേ? രണ്ടാമത്തെ, പാർട്ട്ണർഷിപ്പ് ഡീഡ് മസ്റ്റ് ബി റിട്ടൺ ഡോക്യുമെന്റ് ഇൻ വിച്ച് ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആസ് അഗ്രീഡ് ബൈ പാർട്ട്നേഴ്സ് ആർ മെൻഷൻഡ്. പാർട്ട്ണർഷിപ്പ് അങ്ങനെ ഒരു എഗ്രിമെന്റ് നിർബന്ധമായിട്ട് റിട്ടേൺ ആക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധമുണ്ടോ? ഇല്ല, ഓപ്ഷണലാണ്. പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് അങ്ങനെ നിർബന്ധമായിട്ടും റിട്ടേൺ ആവണമെന്നുള്ള നിർബന്ധമില്ല. ഓവറൽ അഗ്രിമെന്റ്സ് ഒക്കെ വാലിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി റിട്ടേൺ ആക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ശരി. ഓക്കെ, അടുത്തത്, ദ ടേം ഡാഷ് ഈസ് ജനറിക് ടേം ആൻഡ് എൻകംബസസ് ബോത്ത് സെയിൽ ആൻഡ് എഗ്രിമെന്റ് ടു സെൽ. സെയിലും എഗ്രിമെന്റ് ടു സെല്ലും എന്ന് പറയുന്നത് ഏത് ജനറിക് ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? കോൺട്രാക്ട് ഓഫ് പർച്ചേസിലാണോ? അല്ല. കോൺട്രാക്ട് ഓഫ് സെയിലാണോ? അതെ. അല്ലാതെ എഗ്രിമെന്റ് ഓഫ് സെയിലോ എഗ്രിമെന്റ് ഓഫ് പർച്ചേസിലോ ഒന്നും അല്ല. എന്തിലാണ്? കോൺട്രാക്ട് ഓഫ് സെയിലാണ്. കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ ഡെഫിനിഷൻ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. A contract of sale is whereby the seller
transfers or agrees to transfer what the property in what in goods to the buyer for a price. നമ്മൾ പറഞ്ഞിട്ടില്ല, ക്ലിയർ അല്ലടാ? അവിടെ നമ്മൾ സെയിലും അഗ്രിമെന്റ് സെയിലും ഒക്കെ കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ ഡെഫിനേഷനിൽ വരുന്നില്ലേ? ക്ലിയർ അല്ലടാ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അടുത്തത് ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എപ്പോഴാണ് ഒക്കെ അറിയുന്നത്? കോൺട്രാക്ടിന്റെ പെർഫോമൻസ് ഡ്യൂ ആവുന്നതിന് മുന്നേ ആണോ, അതോ പെർഫോമൻസിന്റെ ഡ്യൂ ഡേറ്റിലാണോ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് പെർഫോമൻസ് ആണോ, ആഫ്റ്റർ പെർഫോമൻസ് ആണോ? ഇത് രണ്ടും എന്ന് പറയുന്നത് ആക്ച്വൽ ബ്രീച്ച് ആണ്. ബിഫോർ ആണ് എന്ത്? ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച്. ലൈക്ക് ആ ഒരു ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആ പെർഫോമൻസിന്റെ സമയത്ത് അല്ലാതെ അതിന് മുന്നേ ബ്രീച്ച് ചെയ്യുന്നതാണ് എന്ത്? ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച്. നമ്മൾ ആക്ച്വൽ ബ്രീച്ചും ആന്റിസിപ്പേറ്റഡ് ബ്രീച്ചും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുള്ളതാണ് ടൈപ്സ് ഓഫ് ബ്രീച്ചിൽ. ക്ലിയർ? പിന്നെ വരുന്നതാണ് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ എസെൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ? ഇത് സബ്ജക്ട് മാറ്റർ ഓഫ് സെയിൽ എന്ന് പറയുന്ന സർവീസ് ആണോ? അല്ല. രണ്ട് പാർട്ടീസ് വേണം അല്ലേ? ദ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആവാം. ഓൾ ഓഫ് ദി പോകണം അല്ല? ഇത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ തെറ്റെന്ന് പറയുന്നത് ഏതാ? അതായത് എസെൻഷ്യൽ അല്ലാത്ത ഏതാ? ഈ അല്ലേ? ക്ലിയർ ആണോ? സബ്ജക്ട് മാറ്റർ ഓഫ് സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആണ്, അല്ലാണ്ട് എന്തല്ല? സബ്ജക്ട് മാറ്റർ ഓഫ് സെയിൽസ് ഗുഡ്സ് ആണ്, അല്ലാണ്ട് സർവീസ് അല്ല. ക്ലിയർ? അടുത്തത് ഡാഷ് മീൻസ് ഗുഡ്സ് ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഏതാണ്? മാനുഫാക്ചർഡ് ഗുഡ്സ് ആണോ, ഫ്യൂച്ചർ ഗുഡ്സ് ആണോ, സ്പെഷ്യൽ ഗുഡ്സ് ആണോ? ഏതാടാ? ഫ്യൂച്ചർ ഗുഡ്സ് അല്ലേ? ടു ബി മാനുഫാക്ചർഡ്, ഇനി ഉണ്ടാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഇനി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇനി അക്വയർ ചെയ്തിട്ട് വേണം. ഫ്യൂച്ചർ ഗുഡ്സ് അല്ലേ? ടൈപ്സ് ഓഫ് ഗുഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഫ്യൂച്ചർ ഗുഡ്സ്, അതുപോലെ എക്സിസ്റ്റിംഗ് ഗുഡ്സ്, അതുപോലെ കണ്ടിജന്റ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് തന്നെ നമ്മൾ വീണ്ടും അതിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻ ഗുഡ്സ്, അൺഅസർട്ടൈൻ ഗുഡ്സ്, ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടില്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ഇനി IRDAയുടെ എക്സ്പാൻഷൻ ആണ്. IRDA എന്ന് പറയുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണോ, ഇൻഷുറൻസ് റിവിഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണോ, ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റി ആണോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ ആണോ? ക്ലിയർ? ഇത് ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ലൈക്ക് ഒരു അബ്രിവിയേഷൻ ഓർത്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം. ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ 10 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിലൊരു 10 സ്കോർ ചെയ്യുന്നതൊന്നും ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അത്രയ്ക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വന്നിട്ടുള്ളത് എല്ലാം തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് പി പ്രോമിസ് ടു മാരി നൺ എൽസ് അതർ ദാൻ മിസ് ബി ആൻഡ് ഇൻ ഡിഫോൾട്ട് പേ ഹർ എ സം ഓഫ് 5,000. സബ്സിക്വന്റ്ലി പി മാരിഡ് മിസ് ടി ആൻഡ് മിസ് ബി ഈസ് യൂഡ് ഫോർ റിക്കവറി ഓഫ് 5,000. ഈ കോൺട്രാക്ട് എന്താണെന്നുള്ളതാണ്. ഇത് ചില കുട്ടികളൊക്കെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിൽ ഇവർ ചിന്തിക്കൽ വേറെ രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വേറെ ആരെയും മാരേജ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു ക്ലോസ് വെച്ചിട്ടില്ലേ? ഇതെന്താണ് ശരിക്കും? റീസ്ട്രെയിൻ ഓഫ് മാരേജ് ആണ്. റീസ്ട്രെയിൻ ഓഫ് മാരേജ് വരുന്ന സമയത്ത് അവിടെ എഗ്രിമെന്റ് റീസ്ട്രെയിൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താ? വോയിഡ് ആണ് മക്കളെ. ഇത് ചിലപ്പോൾ ചില കുട്ടികൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? ചില കുട്ടികൾക്ക് ചിലപ്പോൾ അത് വേറെ രീതിയിൽ വാലിഡ് ആണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. ക്ലിയർ? അല്ലെങ്കിൽ ഒരു റിക്കവറി ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ കരുതും. ക്ലിയർ? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ് ഡോക്ടർ പേഷ്യന്റ്. അതുപോലെ അതിന്റെ കൂടെ എപ്പോഴും പറയുന്നതാണ് സോളിസിറ്റർ ആൻഡ് ക്ലൈന്റ്. അതാണ് ഉത്തരം. അല്ലാണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫോ, ലാൻഡ്ലോഡ് ആൻഡ് ടെനന്റോ, ക്രെഡിറ്റർ ആൻഡ് ഡെറ്ററോ ഒന്നുമല്ല. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉള്ളത് സോളിസിറ്റർ ആൻഡ് ക്ലൈന്റിന് ഇൻ ബിറ്റ്വീൻ ആണ്. ക്ലിയർ? അത് ഏതൊക്കെ കേസസിലാണുള്ളതെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ദ ക്ലെയിം ഓഫ് ക്വാണ്ടം മെറിറ്റ് അറൈസസ്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ക്വാണ്ടം മെറിറ്റിന്റെ ക്ലെയിം അറൈസ് ആവുന്നത്? ബ്രീച്ച് ഉണ്ടാവുമ്പോഴാണോ, ലൈക്ക് കോൺട്രാക്ട് ഡിവിസിബിൾ ആകുമ്പോഴാണോ, അല്ലെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ഡിസ്കവർ ചെയ്യുമ്പോഴാണോ? എല്ലാ കേസസിലും ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് മച്ച് ആസ് ഏൺഡ് എന്ന് പറയും അല്ലേ? റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നമ്മൾ പറയുന്ന കാര്യമാണത്. ക്ലിയർ? ഓൾ ഓഫ് ദി അബോവ് ഓപ്ഷൻസ് ആണ് അതിന് ആൻസർ വരുന്നത്. ക്ലിയർ? അടുത്ത മറ്റൊരു എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പാൻഡ് MBPF. MBPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് ബാങ്ക് ഫിനാൻസ് ആണോ, മാക്സിമം പെർമിസിബിൾ ബാങ്ക് ഫിനാൻസ് ആണോ, അതുപോലെ മിനിമം പെർമിസിബിൾ ബാങ്ക് ഫിനാൻസ് ആണോ, മാർക്കറ്റ് പ്രൈസിംഗ് ബെഞ്ച് മാർക്ക് ഫിനാൻസ് ആണോ? ഉത്തരം എന്ന് പറയുന്നത് മാക്സിമം പെർമിസിബിൾ ബാങ്ക് ഫിനാൻസ് ആണ്. ഇതിലൊന്നും ഇപ്പം എനിക്ക് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അത് എക്സ്പാൻഷൻ ആണ്, അത് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ക്ലിയർ? ഇനി ലുനാറ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾ, ഇൻസോൾവെന്റ് ആണോ? അല്ല. പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബെല്ലോ ആണോ? അല്ല. ഈസ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ശരിയല്ല? ലുനാറ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അൺസൗണ്ട് അല്ല. ഇതൊക്കെ എളുപ്പമല്ലടാ, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്. അടുത്തത് ഡാഷ് മീൻസ് എ ക്ലെയിം ടു എനി ഡെപ്റ്റ് ഓർ എനി ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ മൂവബിൾ പ്രോപ്പർട്ടി നോട്ട് ഇൻ പൊസിഷൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഗുഡ്സിന്റെ ഡെഫിനിഷൻ പറയുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആക്ഷനബിൾ ക്ലെയിം ആണത്. ക്ലിയർ ആണോ? ക്ലെയിം ടു എനി ഡെപ്റ്റ് ഓർ എനി ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ മൂവബിൾ പ്രോപ്പർട്ടി. അടുത്തത് ആക്റ്റീവ് പാർട്ട്ണറാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ മുന്നേ കൊടുത്ത പ്രകാരം ശരിക്കാണെങ്കിൽ ഒസ്റ്റെൻസിബിൾ പാർട്ട്ണറാണ് ഇതിന് ഉത്തരം വരിക. പക്ഷെ ടെക്നിക്കലി ശരിക്കും ഒരു കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് റിയൽ പാർട്ട്ണറാണ്. ക്ലിയർ?
അപ്പോൾ ഇവർ ഇത് സജസ്റ്റഡ് ആൻസറിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല. ശരിക്കും ആൻസർ എന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ണർ ശരിക്കും റിയൽ പാർട്ണറാണ്. ഒസ്റ്റെൻസിബിൾ പാർട്ണർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നോമിനൽ പാർട്ണറാണ് ശരിക്കും ഒസ്റ്റെൻസിബിൾ പാർട്ണർ. പക്ഷെ നിങ്ങളെ മെറ്റീരിയൽ അത് ആക്ച്വൽ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഒസ്റ്റെൻസിബിൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അതുകൊണ്ട് പറഞ്ഞ് ആൻസർ കീൽ എങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് LLB ഈസ് ക്രിയേറ്റഡ് ബൈ എഗ്രിമെന്റ് ആണോ, ലോ ആണോ, മ്യൂച്വൽ ഏജൻസി ആണോ? മ്യൂച്വൽ ഏജൻസി അല്ല. ക്രിയേറ്റഡ് ബൈ ലോ ആണോ? അല്ല. എന്താണ്? ക്രിയേറ്റഡ് ബൈ എഗ്രിമെന്റ് ആണ്. LLB ഈസ് ക്രിയേറ്റഡ് ബൈ എഗ്രിമെന്റ്. ക്ലിയർ? LLB എന്നൊക്കെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു വിൽ അപ്പോയിന്റ് ദി ചീഫ് ഇൻസ്പെക്ടർ അണ്ടർ ഫാക്ടറീസ് ആക്ട് 1948? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, സെൻട്രൽ ഗവൺമെന്റ് ആണോ, ലോക്കൽ അതോറിറ്റി ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി ആണോ? ഫാക്ടറീസ് ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ ചീഫ് ഇൻസ്പെക്ടറെ കുറിച്ച് പറയാറുണ്ട്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ക്ലിയർ ആണോ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചീഫ് ഇൻസ്പെക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്തത്, എനി മെമ്പർ ഓഫ് എ കമ്പനി entitled to attend meeting and vote shall be entitled to appoint another person as dash to attend and vote at the meeting. ആ നമ്മൾ പകരം വെക്കുന്ന വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പേഴ്സണെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വോട്ടർ എന്നാണോ, ഏജന്റ് എന്നാണോ, അതോറിറ്റി എന്നാണോ, പ്രോക്സി എന്നാണോ? പ്രോക്സിയാണ്. ശരിയല്ലേ? പ്രോക്സി അല്ലടാ, പ്രോക്സിയാണ്. ക്ലിയർ ആണോ? അടുത്തത്, which form is required by the agreed party to make an application for recovery of gratuity? ഗ്രാറ്റുവിറ്റി റിക്കവറിക്കുള്ള ഫോം ഞാൻ ഗ്രാറ്റുവിറ്റി ആക്ട് എടുക്കുമ്പോൾ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട്, ഇതിലുള്ള ഫോം നമ്പേഴ്സ് പഠിച്ചു വെക്കണം. അത് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. റിക്കവറി ഓഫ് ഗ്രാറ്റുവിറ്റിയുടെ ഫോം എന്ന് പറയുന്നത് ഫോം C ആണോ, T ആണോ, H ആണോ, K ആണോ? ഫോം T ആണ് കേട്ടോ മക്കളെ. ഫോം T ആണ് റിക്കവറി ഓഫ് ഗ്രാറ്റുവിറ്റിയുടെ സെക്ഷൻ എന്ന് പറയുന്നത്, ലൈക്ക് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് എത്തിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്തിക്സ് എന്ന് പൊതുവെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. Ethics reflects beliefs about what is right, what is wrong, what is just, what is unjust, what is good and what is bad in terms of human value ആണോ, human behavior ആണോ, human character ആണോ, human conduct ആണോ? എത്തിക്സിന്റെ കേസ് ഞാൻ പറയാമല്ലോ. എത്തിക്സ് നമുക്ക് ഒരിക്കലും ലോ എന്ന് പറയാൻ പറ്റില്ല, അതൊരു തിയററ്റിക്കൽ പോർഷനാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് ജസ്റ്റ്, വാട്ട് ഈസ് അൺജസ്റ്റ്, വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് ഇൻ ടേം ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ചില കുട്ടികൾ എത്തിക്സ് പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്നതാണ് ക്യാവിയറ്റ് M2. എത്ര നമ്മൾ സമയമെടുത്ത് ഡിസ്കസ് ചെയ്യുന്നാലും മക്കളെ, നമ്മൾ ഈ സമയത്ത് ഒരു വടക്കൻ സെൽഫിയിൽ ഒരു മൂവി സീക്വൻസ് ഒക്കെ കാണിക്കാറുണ്ട്, ലെറ്റ് ബയർ ബി വെയർ, ഓർമ്മയില്ലേ? അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണോ, സെല്ലർ ആണോ, വെണ്ടർ ആണോ, ബയർ ആണോ? ബയർ അല്ലേ? അല്ലെങ്കിൽ ബയർ ബി അവെയർ അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടോ? ഈസി ക്വസ്റ്റ്യൻ കേടാ. അടുത്തത്, ഡാഷ് ഇൻഷുറൻസ് ബിസിനസ് മീൻസ് ദ ബിസിനസ് ഓഫ് എഫക്റ്റിംഗ് otherwise than incidental to some other class of insurance business contracts of insurance against loss by or incident fire or other occurrence customer linked among the risk insured against the fire insurance policies. ആവശ്യത്തിന് ഹിന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഏത് ഇൻഷുറൻസ് ആണെന്നുള്ള വ്യക്തിയായിരിക്കും. ജനറലോ ഹെൽത്തോ ഇന്ത്യയിലൊന്നും അല്ല, ഏതാണ്? ഫയറാണ്. ഇതൊക്കെ എളുപ്പമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ അതിനുള്ള ഹിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 26 നമ്മുടെ കമ്പനീസ് ആക്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കമ്പനീസ് ആക്ട് എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 161(2) പ്രകാരം നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടർ ആരാണ്? സെക്ഷൻ നമ്പർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് മാത്രമേ ഉത്തരം ചിലപ്പോൾ ചില കുട്ടികൾ എഴുതാതെ പോയിട്ടുണ്ടാവും. ക്ലിയർ? അത് ആൾട്ടർനേറ്റ് ഡയറക്ടർ ആണോ, അഡീഷണൽ ഡയറക്ടർ ആണോ, നോമിനി ഡയറക്ടർ ആണോ, ഓൾ ടൈം ഡയറക്ടർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ 161 സബ്സെക്ഷൻ 2 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റ് ഡയറക്ടറാണ്. ക്ലിയർ? അത് ചിലപ്പോൾ ചില കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ കാണുന്നു. As per the Factories Act 1948, after how many years should the factory premises be oil painted and refurbished? ഫാക്ടറീസ് ആക്ടിൽ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ലൈക്ക് എത്ര പീരിയഡിലാണ് പെയിന്റ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഏറ്റവും തുടക്കത്തിൽ ക്ലീൻലിനെസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട് 5 വർഷമാണ്, അല്ലാതെ 7, 10, 3 അല്ല. ക്ലിയർ? ഞാൻ പറഞ്ഞത് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഈ നമ്പർ റിലേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ, വർഷങ്ങൾ റിലേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കണം. ക്ലിയർ? ഇനി അടുത്തത് 28 എന്ന് പറയുമ്പോൾ as per section 149 subsection 1 of the Companies Act 2013, every listed company should have, എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും മിനിമം അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടർ ആണോ വേണ്ടത്, അറ്റ്ലീസ്റ്റ് 3 വിമൻ ഡയറക്ടർ ആണോ വേണ്ടത്, അല്ലെങ്കിൽ വിമൻ ഡയറക്ടറേ വേണ്ടേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 വിമൻ ഡയറക്ടർ ആണോ? നമ്മൾ വിമൻ ഡയറക്ടർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഏറ്റവും മിനിമം അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടറെങ്കിലും വേണം എന്നുള്ളതാണ്. ക്ലിയർ? അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടറാണ് ആൻസർ. ക്ലിയർ? സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇതിൽ സംശയത്തിലുപരി നിങ്ങൾക്ക് ഇതിന് ആൻസർ എന്താണെന്നുള്ള അറിയുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ സെഷൻ കാണുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സെഷൻ ഡീൽ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ എപ്പോൾ വേണമെങ്കിലും കമന്റ് ചെയ്യാവുന്നതാണ്, പിന്നീട് വാച്ച് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ. ഓക്കെ, എ പ്രോപ്പർ ഫൗണ്ടേഷൻ ഓഫ് എത്തിക്സ് റിക്വയർ എ സ്റ്റാൻഡേർഡ് ഓഫ് ഡാഷ് ടു വിച്ച് ഓൾ ദ ഗോൾസ് ആൻഡ് ആക്ഷൻസ് ക്യാൻ കമ്പയർ ടു. സ്റ്റാൻഡേർഡ് ഓഫ് വാട്ട്? സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആണോ, സ്റ്റാൻഡേർഡ് ഓഫ് സ്പീച്ച് ആണോ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണോ, സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ആണോ? എന്താണെന്നറിയാമോ? ഇതും എത്തിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വായിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആണ്, അറിയാത്തവർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ടു വിച്ച് ഓൾ ഗോൾസ് ആൻഡ് ആക്ഷൻസ് ക്യാൻ കമ്പയർ ടു. ക്ലിയർ ആണോ?
മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കാണാൻ പറ്റും. ക്ലിയർ, ഡയറക്റ്റ് ഇങ്ങനെ സെന്റൻസ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് ESI 1948 സർട്ടൻ ബെനിഫിറ്റ്സ് ടു ദി എംപ്ലോയീസ് ഇൻ കേസ് ഓഫ് എന്ത് വിഷയത്തിലാണ്? എംപ്ലോയ്മെന്റ് ഇഞ്ചുറിയിലാണോ, മെറ്റേണിറ്റിയിലാണോ, സിക്നസ്സിലാണോ, ഓൾ ഓഫ് ദി അബോവ് ആണോ? എല്ലാ കേസിലും കിട്ടും. എംപ്ലോയ്മെന്റ് ഇഞ്ചുറിയിലും കിട്ടും, മെറ്റേണിറ്റിയിലും കിട്ടും, സിക്നസ്സിലും കിട്ടും. എല്ലാ കേസിലും നമുക്ക് ESI ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് മെമ്പർ ഓഫ് ദി എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ക്യാൻ വിഡ്രോ ഫുൾ എമൗണ്ട് അക്യുമുലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ്. EPF നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ട്, സൂപ്പർ ആനുവേഷൻ ഉണ്ട്, ബോത്ത് A and B ഉണ്ട്, നൺ ഓഫ് ദി അബോവ് ഉണ്ട്. പെർമനന്റ് ഡിസബിലിറ്റിയിലും കിട്ടും, സൂപ്പർ ആനുവേഷനിലും കിട്ടും, ബോത്ത് A and B ആണ്. ക്ലിയർ സംശയം ഉണ്ടോ EPF വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അടുത്തത് ഇതൊരു എന്താ പറയാ കോഡ് ഓൺ വേജസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ യൂഷ്വലി കോഡ് ഓൺ വേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സെക്ഷൻ കുറച്ച് പ്രിസൈസ് ആയിട്ട് സ്ട്രെസ് ചെയ്യുന്ന ചില ഏരിയാസ് ആണ്. ഈ കോഡ് ഓൺ വേജിൽ സെക്ഷൻ 9, 10 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ സെക്ഷൻ നമ്പറിൽ തന്നെയാണ് ഈവൻ CMA ഇന്റർവ്യൂ എടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത്. ബട്ട് സ്റ്റിൽ കുട്ടികളെല്ലാവരും ഇത് ഓർത്ത് വെച്ചോണമെന്നില്ല. ഫ്ലോർ വേജസിന്റെ സെക്ഷൻ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 9 ആണ് ടോക്കളെ. ഇത് ചിലപ്പോൾ ചില കുട്ടികൾ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇനി അതൊന്നും അങ്ങനെ ഒന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ മിസ് ഔട്ട് ആയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ക്ലിയർ, അതൊന്നും വറീഡ് ആവണം. നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട അത്യാവശ്യം വേണ്ട ഈസി ക്വസ്റ്റൻ എല്ലാത്തിനും ഇതിൽ കിടപ്പുണ്ട്. ഇനി ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ തെറ്റിന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും ആവാൻ നിൽക്കണ്ട. അടുത്തത് 33 ആണ്. 33 ഡീൽ ചെയ്യുന്നത് എംപ്ലോയി ബൈ വേ ഓഫ് ബോണസ് ഷാൽ ബി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻ ഓഫ് കോഡ് ഓഫ് വേജ്. കോഡ് ഓഫ് വേജ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. Code on wage lays down that all amounts payable to employee by way of bonus shall be paid by crediting in the bank account of the employee by his employer within a period of 8 months from the close of accounting year. ലൈക്ക് അത് ബോണസ് ഒരു അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് 8 മാസത്തിനുള്ളിൽ ലൈക്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് പേ ചെയ്യണമെന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്നുള്ളതാണ്. സെക്ഷൻ 37 ആണോ, 38 ആണോ, 39 ആണോ എന്ന് ചോദിച്ചാൽ 39 ആണ്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. സെക്ഷൻ നമ്പർ നിങ്ങൾക്ക് കാറ്റ് എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കാറ്റ് എക്സാംസിന് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അതും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ക്ലിയർ. അടുത്തത് സെക്ഷൻ 55 എന്തിനെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 55 സംസാരിക്കുന്ന കോമ്പോസിഷൻ ഓഫ് ഒഫൻസിനെ കുറിച്ചിട്ടാണോ, ഒഫൻസസ് ബൈ കമ്പനീസിനെ കുറിച്ചിട്ടാണോ, പെനാൽറ്റീസ് ഫോർ ഒഫൻസസിനെ കുറിച്ചിട്ടാണോ, അപ്പോയിന്റ്മെന്റ് ഓഫ് ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ പവറിനെ കുറിച്ചിട്ടാണോ എന്നുള്ളതാണ്. 55 ഡീൽ ചെയ്യുന്നത് ഒഫൻസസ് ബൈ കമ്പനീസിനെ കുറിച്ചിട്ടാണ്. ഡയറക്റ്റ് ആണ് സെക്ഷൻ 55. വേറെ ഡ്രാമ ഒന്നുമില്ല. സെക്ഷൻ 55 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒഫൻസസ് ബൈ കമ്പനീസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇതിൽ നടക്കുന്നത്. പക്ഷെ അത് ഞാൻ ജെനുവിൻലി ഞാൻ ഡൗട്ടാണ് എത്ര പിള്ളേർ അത് ശരിയാക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം അത്രത്തോളം പിള്ളേർ അങ്ങനത്തെ സെക്ഷൻസ് ഒന്നും ചിലപ്പോൾ നോട്ട് ചെയ്തോണമെന്നില്ല. സ്പെസിഫിക്കലി കോഡ് ഓൺ വേജസിലേക്ക് വരുമ്പോൾ ഒരുപാട് സെക്ഷൻ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം അത് അങ്ങനെ തന്നെയാണോ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് മിനിമം പെയ്ഡ് അപ്പ് വോട്ടിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ ഫോർ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിനുള്ള മിനിമം പെയ്ഡ് അപ്പ് വോട്ടിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ട്. 200 crores ഉണ്ട്, 500 crores ഉണ്ട്, 50 crores ഉണ്ട്, 100 crores ഉണ്ട്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 500 ആണോ, 50 ആണോ, 100 ആണോ? മൂന്നും അല്ല, എന്താണ് 200 crores ആണ് കേട്ടോ മക്കളെ. 200 crores. ഓക്കെ, അടുത്തത് പ്രൊമോട്ടേഴ്സ് മിനിമം ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ദ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് പേയ്മെന്റ് ബാങ്ക് ഷാൾ ബി അറ്റ്ലീസ്റ്റ് 40% ഫോർ ദി ഫസ്റ്റ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ഇറ്റ്സ് ബിസിനസ്. ഫസ്റ്റ് ഡാഷ് എത്ര വർഷത്താണ് പ്രൊമോട്ടേഴ്സിന്റെ മിനിമം ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ലൈക്ക് പേയ്മെന്റ്സ് ബാങ്ക് അറ്റ്ലീസ്റ്റ് 40% ആയിരിക്കും എന്ന് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് എത്ര ഇയേഴ്സ് ആണെന്നുള്ളതാണ്. 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ ചോദിച്ചു കഴിഞ്ഞാൽ 2 അല്ല, 3 അല്ല, 4 അല്ല, 5 ഇയേഴ്സിലേക്ക് അവരെന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 40% മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് താഴെ പറയുന്നത് ഏതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലാത്തെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ചെക്ക് നെഗോഷ്യബിൾ ആണ്, ഡിവിഡൻഡ് വേറെ നെഗോഷ്യബിൾ ആണ്, വേറെ ഡിവിഡൻഡ് നെഗോഷ്യബിൾ ആണ്, ഡെലിവറി നോട്ടാണ് ആൻസർ കേട്ടോ. ഡെലിവറി നോട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. ക്ലിയർ, അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ. അടുത്തത് വാട്ട് ഈസ് എ യുണീക് ഫീച്ചർ ഓഫ് എൻ LLP റിഗാർഡിംഗ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. LLPയുടെ ഒരു യുണീക് ഫീച്ചർ എന്താണെന്നുള്ളതാണ്. പാർട്ട്നേഴ്സ് അഗ്രിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഹാസ് പെർപച്വൽ സെക്ഷൻ ആണ് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പാർട്ട്നേഴ്സ്. ഡിസോൾവ് അറ്റ് എനി ടൈം. ഇറ്റ് സീസസ് ടു എക്സിസ്റ്റ് വിത്ത് ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. തെറ്റാണ്. ഇതിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പെർപച്വൽ സക്സഷൻ ആണ് ഇൻ കമ്പയറിംഗ് ഇറ്റ് വിത്ത് പാർട്ട്ണർഷിപ്പ്. ക്ലിയർ, പെർപച്വൽ സക്സഷൻ ഉണ്ട്. പാർട്ട്നേഴ്സിന്റെ ചേഞ്ച് ഒന്നും LLPയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല. ക്ലിയർ. ഓൾമോസ്റ്റ് 38 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 39 നോക്കാം നമുക്ക്. വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസസ് ഫ്രോം ബാങ്ക് ഈസ് നോൺ ഫണ്ട് ബേസ്ഡ് ഫൈനാൻസ്. ഞാൻ പറയാമല്ലോ, ഫണ്ട് ബേസ്ഡും നോൺ ഫണ്ട് ബേസ്ഡും പഠിച്ചിട്ട് പോകണം. പരീക്ഷയ്ക്ക് റെഗുലറായിട്ട് പല തവണ ക്യാരന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഫണ്ട് ബേസ്ഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ബാങ്ക് ഓടി ഫണ്ട് ബേസ്ഡ് ആണ്, ബാങ്ക് ക്രാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഫണ്ട് ബേസ്ഡ് ആണ്, ബിൽ ഡിസ്കൗണ്ടിങ് ഫണ്ട് ബേസ്ഡ് ആണ്. ഫണ്ട് ബേസ്ഡ് അല്ലാത്തത് ബാങ്ക് ഗ്യാരണ്ടി ആണ് കേട്ടോ. നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നത് ബാങ്ക് ഗ്യാരണ്ടി ആണ്. അവിടെ ആക്ച്വൽ ക്യാഷ് ഫ്ലോ നടക്കുന്നില്ല, ബാങ്ക് ഒരു ഗ്യാരണ്ടി മാത്രമേ നിന്ന് കൊടുക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ.
ആൻഡ് ദ ലാസ്റ്റ് വൺ, when a promissory note അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹാസ് ബീൻ ഡിസോണേഡ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പ്രോമിസറി എന്തായി ഡിസോണർ ആയി, ആ സമയത്ത് നമ്മൾ റീസണബിൾ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, ഡിസോണർ നോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. എന്നിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അതിനെന്താ പറയുന്നത്, സർട്ടിഫിക്കറ്റിന് എന്താ പറയുന്നത്, നോട്ടിംഗ് ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, നോട്ടിംഗ് മാത്രം പറഞ്ഞാൽ മതി. നോട്ടിംഗ് മാത്രമാണെങ്കിൽ, സർട്ടിഫിക്കറ്റ് വരികയാണെങ്കിൽ അത് ശരിക്കും എന്താ, പ്രൊട്ടസ്റ്റ് ആണ്, അല്ലാതെ എൻഡോസ്മെന്റോ അലോങ്ങി എന്നല്ല. അലോങ്ങി എന്ന് പറയുന്നത് നമ്മൾ എൻഡോസ് ചെയ്യുമ്പോൾ പേപ്പർ തികയാതെ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വെക്കുന്നതാണ് അലോങ്ങി എന്ന് പറയുന്നത്. അതൊന്നുമല്ല, പ്രൊട്ടസ്റ്റ് ആണ് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസോണർ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് ആ ഏരിയ സ്ട്രെസ് ചെയ്ത് പറയാറാണ്, നോട്ടിങ്ങും പ്രൊട്ടസ്റ്റ് ഒക്കെ. ഓക്കെ, അപ്പം ഔട്ട് ഓഫ് 40 ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിനാണ്. ഒരു സെക്ഷൻ കോട്ട് ചെയ്യുന്ന കോഡ് ആൻഡ് വേജസിൽ കുറച്ച് പോർഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികൾ ലൈക്ക് നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നല്ല, നമ്മളത് ചിലപ്പോൾ കുട്ടികൾ അത്രത്തോളം അതിൽ ചിലപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഈസിലി 30+ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കേണ്ട. റിസൾട്ട് വരുമ്പോൾ എല്ലാവരും പാസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. All the very best. Okay, thank you.